ഓക്കെ. പോപ്പീസ് ബേബി കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ നമ്മള് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സാറ് സംസാരിച്ച മൈക്രോ സ്മോൾ ബിസിനസ്സുകാർ ശരിക്കും ഒരു രജിസ്റ്റേർഡ് ബ്രാൻഡ് പോലും ക്രിയേറ്റ് ചെയ്തതാണ്. ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പോലും ഇല്ലാതെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ്സിൽ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്? അത് ഞാൻ എൻ്റെ പഠനം ജേർണലിസവും അതിന് കൂടെ അഡ്വർടൈസ്മെൻ്റാണ്. അപ്പോൾ അന്ന് മുതലേ എന്താ പറയുക, ഒരു ബ്രാൻഡ് എൻ്റെ മനസ്സിൽ ഒരു അതെല്ലാവർക്കും വന്നോളുന്നില്ല. എൻ്റെ മനസ്സിൽ ബ്രാൻഡ് ഞാൻ കുഞ്ഞിലെ മുതൽ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിക്കാൻ ആഗ്രഹിച്ച ആളാണ്. അപ്പോൾ ബ്രാൻഡ് എന്താണെന്നുള്ള ഈ എത്ര ഡീറ്റെയിൽ ആയി അറിയില്ലെങ്കിലും ഒരു ബ്രാൻഡിങ് മൂഡ് നമുക്കുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യണ കാലം മുതൽ ഒരു ബ്രാൻഡായിട്ട് തന്നെയാണ് അന്നത്തെ ലോഗോ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും എല്ലാത്തിനും ചെയ്തത്. പക്ഷേ അത് പിന്നീട് എന്താ പറയുക, എല്ലാ കാര്യങ്ങളിലും ഒരു ബ്രാൻഡ് ഉള്ളതുകൊണ്ടാണ് ഇന്ന് എന്താ പറയുക പോപ്പീസ് ഇന്ന് എല്ലാ ആളുകളും വാങ്ങുന്നത്. എന്താ പറയുക, നമ്മൾ മക്കൾക്കൊക്കെ പേരിടാതിരുന്ന എങ്ങനെ ഉണ്ടാവും? ശരിക്കും ഞാൻ അതെ. പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ വാല്യൂ പറഞ്ഞത് പേരിടാതിരുന്ന എങ്ങനെ ഉണ്ടാവും? അവരുടെ എഡ്യൂക്കേഷൻ കൊടുക്കാതിരുന്ന എങ്ങനെ ഉണ്ടാവും? അതാണ് ശരിക്കും ഒരു ബ്രാൻഡിന്റെ ഐഡന്റിറ്റി. നെയിം മാത്രമല്ല, അതിനൊരു സ്വഭാവം കൂടി വേണം. നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴും നമ്മുടെ വീടുകളിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴാണല്ലോ ഒരു 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 സ്വഭാവ രൂപീകരണം ഉണ്ടാകുക. ശരിക്കും ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡിന് സ്വഭാവം ഉണ്ടാകണം. അതുപോലെ തന്നെ അതിനൊരു ഐഡന്റിറ്റി, ഒരു കൃത്യമായ വ്യക്തത ഉണ്ടാകണം. അത് വരുത്തിയതാണ് പോപ്പീസിന്റെ ഒരു ഉയർച്ചയ്ക്ക് കാരണം. അപ്പോൾ എല്ലാവരോടും ഞാൻ ഉയർന്നു വരുന്ന ഇത് രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അതുപോലെ നിർബന്ധമായിട്ടും ഏത് തുടങ്ങുകയാണെങ്കിലും ബ്രാൻഡല്ല, സബ് ബ്രാൻഡ്, അതുപോലെ ഫാക്ടറി ആണെങ്കിലും ഫാക്ടറിയുടെ പേരാണെങ്കിലും എല്ലാം നമ്മൾ, കാരണം അത്രത്തോളം ഇന്ത്യയിൽ ഗ്രോത്ത് ആണ് ഇപ്പോൾ എല്ലാ ഇൻഡസ്ട്രീസും. അത് ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിലും അതെ. പുതിയത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് സ്പേസ് നെയിം കിട്ടാൻ എന്ന് അറിയാലോ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ എന്ത് പേരെടുക്കുകയാണെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മൾ ഇതിന്റെ ബ്രാൻഡ് നെയിം രജിസ്റ്റർ ചെയ്ത് ഇടണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സാറ് സംസാരിച്ചത് SME IPO കുറിച്ചാണ്. ഇപ്പോൾ SME IPOയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആവണം എന്നാണ്. പക്ഷേ പൊതുവേ നമ്മൾ മലബാറിലെ ബിസിനസ്സുകാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മേ ബി അവരെല്ലാം കഴിഞ്ഞിട്ടാണ്, മേ ബി 4-5 വർഷം കഴിഞ്ഞിട്ടാണ് GSTയെ കുറിച്ച് പോലും ചിന്തിക്കുക. അപ്പോൾ ആ ആ ഒരു ബിസിനസ്സിലൊരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ ആ ഒരു രീതി ഉണ്ടല്ലോ, ബിസിനസ് ഒരു പ്രൊഫഷണൽ ബിസിനസ്സുകാരനാവാന്നുള്ളത്, അത് നിങ്ങൾ എത്രമാത്രം തുടക്കം മുതൽ നിങ്ങൾക്ക് എത്രമാത്രം എങ്ങനെയാണ് ആ ഒരു പ്രൊഫഷണലിസം നിങ്ങൾക്ക് കൊണ്ടുവരാനും കീപ്പ് ചെയ്യാനൊക്കെ പറ്റിയത്? അതിൽ എടുത്തു പറയേണ്ട എൻ്റെ ഫാദറിനെയും എൻ്റെ ബ്രദറിനെയും എൻ്റെ ഫാദറിൻ്റെ അനിയനൊക്കെ, ഞങ്ങൾ ശരിക്കും റബ്ബറിൻ്റെ MRFന്റെ സപ്ലയർ ആയിരുന്നു. എൻ്റെ ഫാദർ അതായത് MRFന്റെ വളരെ ചെറിയൊരു റബ്ബർ ഡീലറായി തുടങ്ങി. പിന്നീട് മലപ്പുറം ജില്ലയിൽ തന്നെ ഭൂരിഭാഗം റബ്ബർ എടുക്കുന്ന വലിയൊരു ഡീലറായി. MRFന്റെ കേരളത്തിലെ ഏറ്റവും വലിയ സപ്ലയറും എൻ്റെ ഫാദറായിരുന്നു. ആ പുള്ളിയിൽ നിന്ന് പഠിച്ചൊരു കാര്യം എന്താ വെച്ചാൽ വളരെ എല്ലാത്തിനും സുതാര്യമാണ്. ഇൻകം ടാക്സ് അടയ്ക്കുന്ന കാര്യമായാലും അന്നത്തെ സമയത്ത് കേരള ഗവൺമെന്റ് സെയിൽസ് ടാക്സ് ഉള്ള സമയത്ത് ടാക്സ് അടയ്ക്കുന്ന കാര്യത്തിൽ ഒരു നോട്ടീസ് വരികയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകുക, അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ നോട്ടീസ് വരികയില്ല. അതുപോലെ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ബൗൺസ് ആകാൻ പാടില്ല. ചെക്ക് പണം ഉണ്ടെങ്കിലേ ചെക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വളരെ കുഞ്ഞിലെ തന്നെ കണ്ടു വളരുന്നതാണ്. അതുപോലെ ഞങ്ങളെ കൊണ്ട് പണം കൈകാര്യം ചെയ്യിപ്പിക്കുന്നു. ഞങ്ങളെ അന്നൊക്കെ ക്യാഷ് ആണല്ലോ, ക്യാഷ് കൗണ്ട് ചെയ്യിക്കുക, വലിയ എമൗണ്ട് കൊണ്ടുവരും, അത് കൗണ്ട് ചെയ്യിക്കുക. നമുക്കൊരു കൾച്ചർ, ഒരു ബിസിനസ് കൾച്ചർ, ഒരു പ്രൊഫഷണലിസം ഓട്ടോമാറ്റിക് വീട്, അത് മനഃപൂർവ്വം ഫാദർ ഉണ്ടാക്കിയെടുത്തല്ല, അതെ, അതെ. വീട്ടിൽ നിന്ന് തന്നെ വന്ന് ഒരു കൾച്ചർ ഇല്ല. ശരിക്കും നമ്മൾ നമ്മുടെ മക്കളെ തന്നെ, നമ്മൾ ബിസിനസ്സുകാരാണെങ്കിൽ നമ്മുടെ മക്കളെ ശരിക്കും ആ ഒരു കൾച്ചറിലേക്ക് കൊണ്ടുവരണം. പിന്നെ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് മിക്ക ബിസിനസ്സുകാരും നമ്മുടെ നാട്ടിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ബിസിനസ്സുകാരെല്ലാവരും രാത്രി കിടന്നുറങ്ങുന്ന വലിയ സന്തോഷത്തോടെ ആവില്ല. നമ്മളെന്തോ ഒരു വലിയ ഒരു അപരാധം ചെയ്ത മാതിരി ഇൻകം ടാക്സ് വരുമോ, അല്ലെങ്കിൽ സെയിൽ ടാക്സ് വരുമോ, അല്ലെങ്കിൽ PFന്റെ ആൾക്കാർ വരുമോ, എന്തിനാ നമ്മൾ പേടിച്ച്? എന്നെ സംബന്ധിച്ച്, പോപ്പീസിനെ സംബന്ധിച്ച് അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏറ്റവും സമാധാനമായിട്ട്, ചെറിയൊരു ലൈഫാണല്ലോ, അതിൽ ഏറ്റവും സമാധാനമായിട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ സുതാര്യമായിരിക്കുക. അങ്ങനെ സുതാര്യമായിരുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, പ്ലസ് നമുക്ക് എന്തെങ്കിലും ഒരു എക്സിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സിറ്റിന് പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മളെ തേടി ആളുകൾ വരും നമുക്ക് എക്സിറ്റിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, ഞാൻ 2-3 പ്രാവശ്യം ഓഫീസിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈവൻ അത് ഒരു ഗ്രാമത്തിലാണെങ്കിലും തിരുവാലിയാണെങ്കിലും അവിടെ നമ്മൾ ഒരു 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 ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ബിസിനസ്സിലെ സിസ്റ്റം, നമ്മൾ ആ ഫങ്ഷണൽ ഏരിയാസ് ഉണ്ടല്ലോ, മാർക്കറ്റിംഗ്, സെയിൽസ്, ഓപ്പറേഷൻ, ഒരു ബാക്ക് എൻഡ് ഓഫീസ്, പിന്നെ അവിടെ കയറുന്ന സമയത്ത് അവിടെ സൈൻ ചെയ്യുന്നത് മുതലുള്ള കാര്യങ്ങൾ, അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. അപ്പോൾ ബിസിനസ്സിൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ്? ഞാൻ ഇതൊക്കെ ഞാൻ പഠിച്ചത് ഞാൻ മലയാള മനോരമയിൽ, ഞാൻ ജോലി ചെയ്ത മനോരമയിലുണ്ടോ, അവിടെ അന്നാണ് എൻ്റെ സ്ഥാപനത്തിൽ ഉണ്ടാക്കിയ ഒരു പരിധി വരെ. പിന്നീട് ഞാനത് ഇതുപോലെയുള്ള ക്ലാസ്സുകൾക്കും ഇന്റർവ്യൂകൾ കണ്ടും ഒക്കെ പിന്നെ ഞാൻ പല ഓഫീസുകളിൽ സന്ദർശിക്കുകയാണ്.
ഇത് ഉണ്ടെങ്കിലേ ഉള്ളൂ സമാധാനമുള്ളൊരു ബിസിനസ് ചെയ്യാൻ പറ്റും. ബിസിനസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ മനസമാധാനം കളയാനുള്ള ബിസിനസ് ചെയ്യാം. നമുക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു നമ്മൾ വിചാരിക്കും, ഞാൻ ഇപ്പോൾ ടീമിനെ ബിൽഡ് ചെയ്യണം, എങ്ങനെ ഇപ്പോൾ ടീം, അവൻ ശരിയല്ല ഇവൻ ശരിയല്ല, നമ്മൾ പറയും നമ്മൾ ശരിയല്ലായ്മകളാണ്. നമ്മുടെ കൂടെയുള്ള ആളുകളുടെ അവൻ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോകുമ്പോഴേ അവന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അവന്റെ വാല്യൂ മനസ്സിലാക്കി, അവന്റെ സ്കില്ല് മനസ്സിലാക്കി, അവനൊരു റോൾ കൊടുക്കുക. ആ റോളിൽ അവനെ കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യിക്കുക. അവനതിൽ ഓക്കെയാണ്. ഇപ്പൊ എന്റെ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ മക്കളെ കൊണ്ട് ഓരോ റോൾ കൊടുത്ത് മക്കളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ബിസിനസ്സിലല്ലെങ്കിലും ലൈഫിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നാളെ അവനൊരു സിഇഒ അല്ലെങ്കിൽ കമ്പനിയുടെ MD അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് വരേണ്ട ആളാ. അപ്പം ആ വരുന്നെങ്കിൽ ഒരു സെക്രട്ടറി വരണമെങ്കിൽ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷൻ ടീമിനെ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്താകുക, നമ്മൾക്ക് അവർ വന്ന് സെക്കൻഡ് ജനറേഷൻ വന്ന് ഇവിടെ വരുന്ന അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ വന്നിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ എൻ്റർ ആകുന്ന സമയത്ത് അവിടെ സിസ്റ്റം ഇല്ലെങ്കിൽ MD ആണ് ഇതെല്ലാം ചെയ്ത്, പർച്ചേസിന് പോയ MD ആണ്, പിന്നെ സെയിലിന്റെ കാര്യങ്ങൾ നോക്കിയത് MD ആണ്, മറ്റേ മീറ്റിംഗിന് പോണ MD ആണ്. ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ MD ഇല്ലാത്തൊരവസ്ഥയിലാണ് ആ ഓർഗനൈസേഷൻ ഓടുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ഹാൻഡ് ഓവർ പോലും നടക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ്, സെയിൽസ്, ഓപ്പറേഷൻസ്, R&D, അക്കൗണ്ട്സ്, HR, ബിസിനസ് മാനേജ്മെന്റ്, അങ്ങനെ പല ഫംഗ്ഷൻസ് ഉണ്ടല്ലോ. ചില ഫംഗ്ഷൻസ് ഓൺടർപ്രണേഴ്സ് എത്ര സിസ്റ്റമാറ്റിക് ആണെങ്കിലും ഒരു ഗ്രിപ്പ് അവർക്ക് അതിലുണ്ടാവും, ഒരു ഫോക്കസ് ഉണ്ടാവും, അതൊരു പാഷൻ ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെ സാജു സാറ് പാഷനായിട്ട് എന്താണ് കണ്ടിട്ടുള്ളത്? ഞാൻ എപ്പോഴും നമ്മുടെ എൻ്റെ കോറായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും അഡ്വർടൈസ്മെന്റും ആണ്. പോപ്പീസിന് ബ്രാൻഡ് ആയിക്കൊണ്ടിരുന്നത് അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ കോറായ ഏരിയ ആണ്. ഞാൻ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ എന്താ പറയുക, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക. ഞാൻ എക്സ്പോകൾക്കൊക്കെ പോകും, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എക്സ്പോകളിൽ പോകും. അവിടെ നിന്ന് കാണുന്ന പുതിയ പുതിയ കാര്യങ്ങൾ ഞാനത് പോയി ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. അത് നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചുകൊണ്ട് അവർ ത്രൂ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ റോബോട്ടിക് ഒക്കെ ആയിട്ട് ഗാർമെന്റ് ഇൻഡസ്ട്രി എനിക്ക് 5 ഇയർ കൊണ്ട് ഈ ഏറ്റവും കൂടുതൽ ലേബർ വേണ്ട ഒരു ഇൻഡസ്ട്രിയാണ് ഞങ്ങളുടെ ഇൻഡസ്ട്രി. എനിക്ക് തോന്നുന്നു ഒരു 5 ഇയർ കൊണ്ട് അത് വളരെ കുറഞ്ഞ് റോബോട്ടിക് മെഷീനുകൾ ഒരുപാട് ആഫ്റ്റർ കോവിഡ് ഒരുപാട് റോബോട്ടിക് മെഷീനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. AI ബേസ്ഡ് റോബോട്ടിക് മെഷീനുകൾ. ഇപ്പം ഞങ്ങൾക്ക് ഡിസൈനിങ് കാര്യത്തിലൊക്കെ ഒരുപാട് AI ടൂളുകൾ വന്നു. വളരെ ഈസി ആയിട്ട് ഡിസൈനിങ് നടക്കുന്നു. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കി അത് പ്രൊമോട്ടർക്ക് മനസ്സിലായേ ഉള്ളൂ. ടീം പോയിട്ട് ഒരു സാധനം കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്താൽ നമുക്കത് ഓക്കെ, നമ്മളത് ഒരു ശരിയിടണമല്ലോ. ആ ശരിയിടണമെങ്കിൽ നമ്മൾക്ക് അത് പോയി മനസ്സിലാക്കണം. ഇതെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഇന്ററാക്ട് ചെയ്ത സമയത്ത് അന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പറഞ്ഞത് ബാലൻസ് ഷീറ്റ് നോക്കുന്നതും പ്രോഫിറ്റ് ആൻഡ് ലോസും വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞു. അത് പലപ്പോഴും ബിസിനസ്സുകാർ നോക്കാറില്ല. അപ്പോൾ അതിനെ കുറിച്ചും കൂടി ഒന്ന് നമുക്കൊരു അഡ്വൈസ് എന്നുള്ള നമ്മളെ ഈ മൈക്രോ സ്മോൾ ബിസിനസ്സുകാർക്ക് എന്താണ് കൊടുക്കാനുള്ളത്? ആദ്യം പറയാനുള്ളത്, നമ്മൾ ബിസിനസ്സിൽ നിന്ന് ലാഭം വിഡ്രോ ചെയ്യുക എന്നുള്ളൊരു മോഹം തന്നെ വിടണം. നമ്മൾ ലാഭമല്ല എടുക്കേണ്ടത്. ഒരു ഓണ്ടർപ്രണർ നമുക്കൊരു വാല്യൂ ഇടുക. നമ്മുടെ ടൈമിന്, മണിക്കൂറിന്, സെക്കൻഡിന് അവിടെ നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു അത് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഒരു ദൈനംദിന കാര്യങ്ങൾക്ക് എക്സ്പെൻസ്, നമ്മുടെ വീടിന് ചിലപ്പോൾ റെന്റ് ആകാം, അല്ലെങ്കിൽ വീട് EMI ആയിരിക്കാം. അത് വലിയ വീട് നമ്മുടെ ബിസിനസിന്റെ സൈസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ വീട് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കാർ വാങ്ങേണ്ടത് അനുസരിച്ച്. നമ്മൾ വലിയ കാറ്, വലിയ വീട് വാങ്ങി അതെല്ലാം ഞാൻ ഇതിന്റെ സാലറി ആയിട്ട് എടുക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ ഇത് ഡ്രെയിൻ ആയി പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം അതനുസരിച്ച് നമ്മൾ സാലറി ഫിക്സ് ചെയ്ത് ആ സാലറി അത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് ആ സാലറി എടുക്കുമ്പോൾ അത് വേറെ എവിടെയെങ്കിലും ബാധിക്കുന്നുണ്ടോ എല്ലാം നോക്കിയിട്ട് നമ്മുടെ സാലറി ഫിക്സ് ചെയ്ത് ആ സാലറി എടുക്കാൻ പാടുള്ളൂ. നമ്മളെപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ വരുന്ന പ്രോഫിറ്റ്, പാറ്റ് എന്നുള്ള സാധനം അത് നന്നായിട്ട് ഉണ്ടാകണം. പാറ്റ് കാണിക്കല്ല, പാറ്റ് ഉണ്ടാകണം. അത് ഇൻകം ടാക്സിനെ വെട്ടിക്കാൻ വേണ്ടി, ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കുന്നതിന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് അടയ്ക്കാതിരിക്കുന്ന രീതിയിൽ നമ്മളൊരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി കുറേ എക്സ്പെൻസ് കാണിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊരു വാല്യുവേഷൻ ഉണ്ടാവില്ല. നാളെ എക്സിറ്റ് ആകാൻ പറ്റില്ല. ഒരു ബാങ്ക് ലോണിന് ശ്രമിച്ചാൽ പോലും ബാങ്ക് പോലും ലോൺ തരാത്ത, പ്രൈമറി ഒക്കെ തരും. 2 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട്, പണ്ടത്തെ പോലെയല്ല ബാങ്ക് ബാലൻസ് ഷീറ്റ് നോക്കണം. അപ്പൊ ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഫിനാൻഷ്യൽ അച്ചടക്കം, നല്ലൊരു ബാലൻസ് ഷീറ്റ്, കൃത്യമായി ഇൻകം ടാക്സ് അടയ്ക്കുക. എല്ലാത്തിനും അളവുകൾ വേണം. സാലറി എടുക്കുന്നതിനായാലും മറ്റേ ഓരോ എക്സ്പെൻസ് ആയാലും എല്ലാത്തിനും അളവുകൾ വെച്ച് ആ ലെവലിൽ കൊണ്ടുപോയാൽ മാത്രമേ ഒരു SME സക്സസ് ആയി ഒരു ലാർജ് ഫോർമാറ്റിക്ക് മാറാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എന്താ പറയുക, ഞാൻ എപ്പോഴും പറയും, നല്ല സ്വപ്നങ്ങൾ കാണുക. സ്വപ്നങ്ങൾ രാത്രി കിടന്ന് കാണുന്ന സ്വപ്നങ്ങളല്ല, നല്ല നല്ല സ്വപ്നങ്ങൾ കാണുക. ആ സ്വപ്നത്തിലേക്ക് നമ്മൾ ബെഞ്ച് മാർക്ക് ചെയ്ത് പോവുക. ആ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ഗോളാകരുത് ഉണ്ടാകുക. ജീവിതത്തിൽ ഗോൾ സെറ്റ് ചെയ്യരുത്. ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ എത്തും, നമ്മളവിടെ തീർന്നു പോകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഏത് SMEക്കും ഭയങ്കര സാധ്യതകളാണ്. ഇന്ത്യയിൽ ഇത്രയും പോപ്പുലേഷൻ ഉള്ള രാജ്യത്ത് എന്ത് ഫുഡ് ബിസിനസ്, ഞാൻ എപ്പോഴും പറയണ ഫുഡ് ബിസിനസ്സിനൊക്കെ ഭയങ്കര സ്കോപ്പുള്ള. ഫുഡ് പറഞ്ഞാൽ ഉടനെ പോയി റെസ്റ്റോറൻറ്റ് തുടങ്ങല്ല. മാനുഫാക്ചറിങ്, ഫുഡ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള നല്ലൊരു ഐഡിയ ഇത് കണ്ടുപിടിച്ചിട്ട് ചോക്ലേറ്റുകൾ,
അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ലാർജ് സ്കെയിലിൽ കൊണ്ടുവരാൻ, സ്മോൾ സ്കെയിലായി തുടങ്ങി ലാർജ് സ്കെയിലിൽ കൊണ്ടുവരാൻ വേണ്ടി വളരെ സാധ്യതകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഓക്കെ ഫോർ യുവർ ടൈം. താങ്ക് യു.